ഹലോ ഗായ്സ്, ഡസ്റൻസിൻ്റെ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ദിവാലി സ്പെഷ്യൽ വീഡിയോ നമുക്ക് വരുന്നുണ്ട്. ഞാനിപ്പം ഒന്ന് കടയിലൊക്കെ പോയിട്ട് ഞാൻ വന്നതുമാണ്. അപ്പം ഞാൻ ഏതൊക്കെ പടക്കം എന്ന് മേടിച്ചെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ പടക്കമൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഓക്കെ അപ്പം ഒത്തിരി ഒന്നുമില്ല, ഒരു ഇച്ചിരി ഉള്ളൂ, എന്നാൽ നല്ല കിട്ടുമായിരിക്കും. ഓക്കെ അപ്പോൾ മാലപ്പടക്കം പോലത്തെ ഒരു പടക്കമുണ്ട്, പിന്നെ മത്താപ്പൂ എന്ന് പറഞ്ഞൊരിതുണ്ട്, പൂത്തിരിയുണ്ട്, സ്കൈ ഷോട്ട് ഉണ്ട്. ഓക്കെ, ഇത് ഭയങ്കര രസം. ഇത് നമ്മുടെ ചില റാസയിലൊക്കെ പോകുമ്പം നമുക്ക് കാണാൻ പറ്റും. ഇതുപോലത്തെയൊക്കെ നമുക്ക് രാത്രിയിൽ നല്ല ഒരു ഭംഗിയായിരിക്കും അത് കാണാൻ, ഉരുണ്ടു പോകുന്നു. ഓക്കെ, പിന്നെ സ്പിന്നേഴ്സ് ഉണ്ട്, പിന്നെ ചെറിയ ചട്ട്പട്ടെന്ന് പറഞ്ഞൊരു പടക്കമുണ്ട്. ഓക്കെ, നമ്മുടെ ചട്ട്പട്ട് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇത് കഴിഞ്ഞ ഒരു ക്രിസ്മസിന് ദിവാലിക്ക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് മറന്നു പോയെന്ന് തോന്നുന്നു. ഇത് എങ്ങനെയാണ് ഇത് പൊട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ബാക്കിയെല്ലാം എനിക്കറിയാം ഇതെങ്ങനെ പൊട്ടുന്നതിന്. സ്കൈ ഷോട്ട് നല്ല രസമായിരിക്കും. ഓക്കെ, തംസ് അപ്പ്. ഫ്രണ്ട്സ്, നമ്മുടെ പടക്കങ്ങളെല്ലാം ഇതാണ്. അപ്പം നമുക്ക് രാവിലെ പൊട്ടിക്കാൻ പറ്റത്തില്ല, നമുക്ക് രാത്രിയിലെ വീഡിയോ ക്ലിപ്പിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ പ്രായത്തിലുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ബിഗ് ഹാപ്പി ചിൽഡ്രൻസ് ഡേ അറിയിക്കുന്നു ആശംസകൾ. പിന്നെ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായി നമുക്ക് വേറെ ഒരു സെലിബ്രേഷനോട് വന്നിട്ടുണ്ട്. അപ്പോൾ ദിവാലിയാണ്, അതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്ന പടക്കം എന്ന് വെച്ചാൽ നമ്മുടെ പൂത്തിരിയാണ്. അപ്പോൾ നമുക്കിനി പൂത്തിരി ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ പൂത്തിരി നമ്മൾ മെഴുകുതിരി കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, കത്താൻ പ്രയാസമാണ്. ഫ്രണ്ട്സ്, നമ്മുടെ പൂത്തിരി കത്തുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അല്ല കണ്ടോ? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പൂത്തിരി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് അലൂമിനിയം കമ്പിയാണ്. നോക്കി, അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ എംഫോട്ടെക്കിൽ ജിയോ ചേട്ടനൊക്കെ വെൽഡിങ്ങിന് കാണിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ചിലപ്പോൾ ഇതും കൊണ്ട് അതൊക്കെ പറ്റും. ഓക്കെ, നമുക്കിത് അത് കളയാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പടക്കത്തിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പൂത്തിരിയൊക്കെ കത്തിച്ച് കണ്ടില്ലേ, നല്ലതായിട്ട് കത്തിയിരുന്നു. ഓക്കെ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ വരുന്നതെന്ന് വെച്ചാൽ ഒരു 8-6 കമ്പുകൾ വരുന്നുണ്ട്, അതുപോലത്തെ പൂത്തിരികൾ. അപ്പം അത് ഏതായാലും മുതലാണ്. ഓക്കെ, നമുക്കിനിയും അടുത്ത കിടക്കാം. അതെന്ന് വെച്ചാൽ മത്തപ്പൂ എന്ന് പറഞ്ഞൊരു പടക്കമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് കത്തിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മത്തപ്പൂ എന്ന് പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണെന്നാണ് കടക്കാർ പറയുന്നത്. കടക്കാർ പറയുന്നതല്ല, നമ്മൾ കഴിഞ്ഞ ദിവാലിക്ക് അല്ലെങ്കിൽ ക്രിസ്മസിന് ഞാൻ പൊട്ടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇത് കത്തിക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ പടക്കത്തിനും ഓരോരോ ഇതുണ്ട്. ഓക്കെ ഓക്കെ ആദ്യം ഒന്ന് ഇച്ചിരി പേപ്പർ കത്തിച്ചിട്ട് പേപ്പർ ഞാൻ വെച്ചില്ലായിരുന്നു ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അപ്പോൾ നേരത്തെ പറ്റിയില്ല, നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ മത്തപ്പൂ ഇപ്പം കത്തും. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നല്ലൊരു ഹൈറ്റിൽ പോയിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയി, കാരണം ഇവിടെ ഇച്ചിരി ലൈൻ കമ്പിയുണ്ട്. അപ്പം ഇതിപ്പം സക്സസ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ മത്തപ്പൂ നല്ലതായിട്ട് ഹൈറ്റിൽ പോയിരുന്നു. അപ്പോൾ അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ലെന്നു. അപ്പം ഞാൻ ഒരു പ്രാവശ്യമോടെ അതൊന്ന് കത്തിച്ച് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു പ്രാവശ്യമോടെ നമ്മൾ ആ ന്യൂസ് പേപ്പർ ഒന്ന് കത്തിക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പൂത്തിരി കത്തിരുന്നുണ്ട്, ഞാനിപ്പോൾ കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടോ, ഞാനിപ്പം ഒരു ഫുൾ ഹൈറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം പൊട്ടിച്ച് വെച്ച ഏറ്റവും നല്ല പടക്കം എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ മത്തപ്പൂ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ലതായിട്ട് വന്നില്ലായിരുന്നു, നല്ല ഹൈറ്റ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും നാളായിട്ട് ഇതുപോലത്തെ ഒരു ഹൈറ്റ് ഉള്ള വന്നിട്ടില്ല.
എനിക്കൊന്നൊരു സ്പെഷ്യൽ എഡീഷനോ അങ്ങനത്തെ വല്ല ആയിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത നമ്മൾ പൊട്ടിക്കാൻ പോകുന്ന പടക്കം എന്ന് വെച്ചാൽ നമ്മുടെ സ്പിന്നറാണ്. താഴെ നമ്മൾ പമ്പരം പോലെ കറങ്ങുന്ന ഒരു പടക്കമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടുത്തേട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്പിന്നറാണ്. അപ്പം ഓരോ പടക്കത്തിനും ഓരോ ഇതുണ്ട്. ഓക്കെ, പൂത്തിരി, ന്യൂസ് പേപ്പർ കത്തിച്ച്, പിന്നെ മാച്ച് ബോക്സ് സ്റ്റിക്ക്, അത് വെച്ച് ഓരോത്തിനും ഓരോ ഇതാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ പൂത്തിരി കൊണ്ട് കത്തിക്കേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം. അപ്പോൾ അതെ, ആദ്യം നമ്മൾ പൂത്തിരി എടുക്കുക, നമ്മൾ അവിടെ പോവുക, അങ്ങനെ വേഗത്തിൽ പോയി കത്തിക്കും. ഓക്കെ, ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു പടക്കം? അപ്പോൾ എനിക്കും അത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ കുറച്ച് വെഹിക്കിൾസ് ഉള്ളതുകൊണ്ട് കാര്യം നമ്മൾ ഒരു ഇച്ചിരി ഒന്ന് പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ പൂത്തിരി, നമ്മുടെ പൂത്തിരി അല്ലല്ലോ, നമ്മുടെ മറ്റേ എന്തെന്ന് പേര്, സ്പിന്നർ. ഓക്കെ, സ്പിന്നർ നല്ലതായിട്ട് കറങ്ങിയിരുന്നു. അപ്പം ഇപ്പം ഇതിൽ ഏതാ നല്ലതായിട്ട് കറങ്ങിയെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാം പൂത്തിരി, ഇപ്പം മത്താപ്പൂ, പിന്നെ സ്പിന്നർ, ഇപ്പം കത്തിച്ച എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും അടുത്തിലേക്ക് കിടക്കാം. അടുത്തതെന്ന് വെച്ചാൽ ചട്പട്ടെന്ന് പറയുന്ന ചെറിയ ചെറിയ പടക്കങ്ങളാണ്. അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം. നമ്മുടെ ചട്പട്ടെന്ന് വെച്ചാൽ ഇതുപോലത്തെയാണ്. അപ്പം നമുക്ക് ഇതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ മറ്റേ ആ തീപ്പെട്ടിക്കൊല്ലി അത് വെച്ച് കത്തിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം. എത്തിച്ച് വെച്ച് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വിജയകരമായിട്ടിരിക്കുകയാണ്. ഓക്കെ, ലാസ്റ്റിൽ ഒരെണ്ണോടെ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചട്പട്ട് ലാസ്റ്റാണ് അല്ലേ മീ? ലാസ്റ്റ് അല്ലേ ഇത്? ആ, നമ്മുടെ ഇതില്ല, ഇത് കത്തും. ഓക്കെ, ഇത് കത്തും. കാരണം നമ്മുടെ അതിൻ്റെ അകത്തത്തെ പാക്കറ്റ് നമ്മുടെ ആ ഒരു ഇത് വരണം. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പടക്കമെന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ പാക്കറ്റ് ഒന്ന് നമ്മളൊന്ന് തിരിയുടെ അവിടെ ഉള്ള ആ ചുറ്റിനുള്ള പാക്കറ്റ് ഒന്ന് മാറ്റണം. ഇല്ല അത് കത്തുന്നതല്ലായിരിക്കും. ഓക്കെ, അപ്പം അത് എനിക്ക് 3 എണ്ണം നഷ്ടപ്പെട്ടു. അത് കാരണം പിന്നെ ഞാനത് ആ പാക്കറ്റ് ഒന്ന് മാറ്റിയിട്ട് ചെയ്തപ്പോൾ അത് വീണ്ടും കറക്റ്റായി. ഓക്കെ, അപ്പം ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയൊന്നുമല്ല. അപ്പോൾ ആ ഒരു പാക്കറ്റിന് ഫുള്ളായിട്ട് വന്ന രൂപയെന്ന് വെച്ചാൽ 50 രൂപയാണ്. അപ്പം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ ഒരു പാക്കറ്റ് ഒന്ന് മാറ്റിയാൽ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, കാണാൻ. അപ്പോൾ നമുക്കിനിയും അടുത്തേക്ക് കിടക്കാം. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ മാലപ്പടക്കം പോലത്തെ ഒരു പടക്കമാണ്. ഓക്കെ, നമുക്കിനി അതിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഈ ഒരു മാലപ്പടക്കം നമ്മളൊരു കമ്പിൽ അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു പീസ് നമുക്ക് വന്നേന്നു. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് കത്തിക്കാം. ഒന്ന് ടോർച്ച് ഒന്ന് പിടിച്ചാൽ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കത്തിക്കാൻ പോവാണ്. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നല്ലതായിട്ട് പൊട്ടി വന്നു. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര തീരെ ചെറുതാണെങ്കിലും അത് നല്ലതായിട്ട് പൊട്ടി. ഓക്കെ, തംസ് അപ്പ്. അടുത്തതാണ് നമുക്ക് പോകാൻ പോകുന്ന പടക്കം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൈ ഷോട്ടാണ്. അപ്പം എനിക്ക് ഒരു ഇച്ചിരി പേടിയുണ്ട്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ഓറഞ്ചോ ഗ്രീനോ വരാനാണ്. വൈറ്റ് വരാൻ, അത് സിൽവർ വരാൻ ഒരു സാധ്യതയില്ല. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ഓറഞ്ച് വരാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും അതിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒന്ന് പേടിയുണ്ട്. കാരണം ഇവിടെ ഒരു 2-3 ലൈൻ കമ്പി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം പടക്കം പൊട്ടിക്കാൻ. അപ്പോൾ ഈ ഒരു എഫേർട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ കൂടെ വന്ന നോട്ടിഫിക്കേഷൻ ബെല്ലിലൂടെ അങ്ങ് എനേബിൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു നമ്മുടെ അടുത്തൊരു റോക്കറ്റ്, റോക്കറ്റല്ല, നമ്മുടെ ആ ഒരു എന്തുവായിരുന്നു അതിൻ്റെ പേരെന്തുവായിരുന്നു മീ? നമ്മൾ സ്കൈ ഷോട്ട്. ഓക്കെ, സ്കൈ ഷോട്ട് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇപ്പം എനിക്ക് ഒരു ഇച്ചിരി ഒന്ന് പേടിയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പൂത്തിരി വെച്ചൊന്ന് കത്തിക്കാം. ഓക്കെ, നമ്മുടെ പൂത്തിരി കത്തിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ പൂത്തിരി കത്തി ഓടിപ്പോകെ. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടില്ല എന്നൊന്നും പറയരുത്. ഫ്രണ്ട്സ് കണ്ടോ, ഇതാണ് നമ്മുടെ സ്കൈ ഷോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക.
കൈ ഷോട്ട് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ദീപാവലി എല്ലാം പൂർത്തിയായി. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഇതെൻ്റെ ആദ്യത്തെ സ്കൈ ഷോട്ട് പൊട്ടിക്കലായിരുന്നു. പിന്നെ ഇച്ചിരി പേടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കൈ ഷോട്ട് പൊട്ടിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. സ്ഥലം ഇടുങ്ങിയവരോ അല്ലെങ്കിൽ ഒത്തിരി ലൈൻ കമ്പിയോ ട്രാൻസ്ഫോമറോ ഉള്ളിടത്തൊന്നും പൊട്ടിക്കാതിരിക്കും. ഓക്കെ, അപ്പം നല്ല അപകടം വരാൻ സാധ്യതയുണ്ട്. അതുമല്ല, നമ്മൾ ആ വെക്കുന്ന സ്ഥലത്ത് ഒരു ഇഷ്ടിക അതിൻ്റെ ബാലൻസ് ആയിട്ട് വെക്കണം. ഇല്ലെങ്കിൽ ആ ഫോഴ്സ് കാരണം ചരിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയാൽ അത് തീപിടുത്തം ഉണ്ടാക്കും. ഓക്കെ, അപ്പം നമ്മുടെ എൻ്റെ അമ്മ ഇങ്ങനെ നാരങ്ങ ജ്യൂസും പിന്നെ ഉണ്ണിയപ്പവും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ദീപാവലി സ്പെഷ്യൽ ഉണ്ണിയപ്പം എന്നൊക്കെയാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പം ഈ ദീപാവലി കഴിക്കാൻ പറ്റിയ സ്വീറ്റ്സ് എന്ന് വെച്ചാൽ ലഡു, ജിലേബി, ഉണ്ണിയപ്പം അതുപോലത്തെയൊക്കെ നമ്മുടെ ദീപാവലിക്ക് സ്വീറ്റ്സ് കഴിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് കാണിക്കാം. ഗൈസ്, ഇത് ശരിക്കും നല്ല സോഫ്റ്റിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം. എൻ്റെ അമ്മയോട് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ. ബൈ.